എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ശരിക്കും ആളല്ല. കാരണം ഞാനൊക്കെ അത് നാദിർഷയ്ക്കും ദിലീപേട്ടനും അല്ലെങ്കിൽ അതുപോലുള്ള മണിച്ചേട്ടനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഉം, ഉം, കാരണം തുടങ്ങിയ സമയം മുതൽ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് യോഗ്യൻ പറയാൻ. അവർ നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാൻ വേറൊന്നല്ല. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന നാദിർഷയ്ക്ക് വഴിയാണ്. ഉം, മണിനാഥം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ മണിനാഥം എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു ഞാൻ. അങ്ങനെ നാദിർഷയ്ക്ക് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നതും. അങ്ങനെ പിന്നെ അവർ ഭയങ്കര എന്താ പറയുക, മണിച്ചേട്ടൻ്റെയും നാദിർഷയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ളവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അവർ. ഉം, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇപ്പോൾ അത് ഒരേ കാറ്റഗറിയിൽ അവർ കാണുകയുള്ളൂ. അല്ലാതെ അവൻ വേറൊരു സെക്ഷൻ, സൗണ്ടുകാർ വേറൊരാൾ, ഉം, അല്ലെങ്കിൽ പാട്ടുകാർ വേറൊരു സെക്ഷൻ, അങ്ങനെ ഒരു പരിപാടിയില്ല. നാദിർഷയ്ക്കും മണിച്ചേട്ടനൊക്കെ എന്താണോ അവർ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് നമുക്കും തരുന്നത്. അല്ലെങ്കിൽ അവർ കിടക്കുന്ന അതേ ഹോട്ടലിലാണ് നമുക്കും റൂം തരുന്നത്. അതവർ പ്രത്യേകിച്ച് പറയും അത്. അപ്പം അതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഇവർ ചെയ്തിട്ടുമില്ല. ഇവരങ്ങനെ നിൽക്കുന്നില്ലല്ലോ. എല്ലാവരും ഇവരും താഴെക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഒരു അവരും ഈ പാതയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണ് എന്നറിയാവുന്നതുകൊണ്ട് അവരതുപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ മണിനാഥം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ നാദിർഷക്ക തുടങ്ങി വെക്കുന്നിടത്ത് നിന്ന് പിന്നെ മണിച്ചേട്ടൻ ഏറ്റെടുത്ത് പിന്നെ നാദിർഷയ്ക്കും മണിച്ചേട്ടനും നമ്മളൊരു കോമ്പിനേഷൻ, ഒരു കോംബോ വർക്ക് ചെയ്തൊരു 3-3.5 മണിക്കൂർ ഒരു എന്താ പറയുക ഉത്സവം പോലെയാണ്. എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. മിമിക്രിയും ഡാൻസും പാട്ടും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവരിത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ കുറേ വർഷം, 2012 മുതൽ ഞാൻ ഓൾറെഡി ഇവരുടെ കൂടെ ഉണ്ട്.